ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എ എം വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്നല്ലേ, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇത് ആദ്യം അടുപ്പ് കത്തിച്ചു, ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചു. ഇനി നമുക്ക് റവ വറുത്തെടുക്കാവേ. അപ്പോൾ തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലായില്ലേ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? അത് തന്നെ, നമ്മളിന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണേ. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഉപ്പുമാവ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കിയാലോ ഒന്ന്. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാറ്. ആദ്യം ഇതാ റവയൊക്കെ നന്നായിട്ട് വറുത്തെടുക്കാൻ പോവുകയാണ്. റവയൊക്കെ നന്നായി വറുത്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. ഈ ഒരു അവസരത്തിൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കുഞ്ഞു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കണേ. നമ്മളിതാ ഈ സമയം കൊണ്ട് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ഉള്ളി, പിന്നെ പച്ചമുളക്. അയ്യോ, കറണ്ട് പോയി. കറണ്ട് വന്നു. ഇനി നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങിയാലോ. അത് നമ്മളിത് ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് നെയ്യിലാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഇന്ന് ഞാൻ നെയ്യിലല്ല ഉണ്ടാക്കുന്നത്. ഇത് കടുക് പൊട്ടിച്ചു. കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഇതാ പൊട്ടി വരുന്നേ ഉള്ളൂ. കടുകൊക്കെ ഇതാ പൊട്ടി കേട്ടോ. കടുകൊക്കെ പൊട്ടി വരുന്നേ ഉള്ളൂ. കടുകൊക്കെ ഇതാ പൊട്ടിയതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പച്ചക്കറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചൊരു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടും. അങ്ങനെ നമ്മളിതാ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത്രയും സമയമെടുക്കും. തിളപ്പിച്ച വെള്ളമാകുമ്പോൾ പെട്ടെന്ന് പരിപാടി തീരും. അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ആവശ്യമുള്ള വെള്ളമൊക്കെ ഇതാ ഒഴിച്ചു കൊടുത്ത് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തരിച്ച് വെച്ച റവ ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതങ്ങനെ ഞാൻ ഇത് റവയൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി കാണുമ്പോൾ കുറച്ചൊരു വെള്ളം പോലെ ഉണ്ട്, പക്ഷേ പ്രശ്നമില്ല. ഇത് പെട്ടെന്ന് ഒന്ന് യോജിച്ചൊക്കെ സെറ്റായി കിട്ടും. അതെല്ലാം കൂടെ ഒരുമിച്ച് ഇട്ടുകൊണ്ടാണ്. കുറച്ച് ഇടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം തോന്നില്ല നമുക്ക്. ഇതാ നമ്മുടെ ഉപ്പുമാവ് അങ്ങനെ ഏകദേശം ഒക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ഇളക്കി ഒന്ന് മുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി കഴിയും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് നമുക്ക് കിട്ടും. എന്താ പറയുക, ഇതുപോലെ ഉണ്ടക്കെട്ടിക്കിട്ടല്ലാതെ നല്ല വിട്ടായിട്ടുള്ള നല്ലൊരു ഉപ്പുമാവ് നമുക്ക് കിട്ടും. ഇതുപോലെ മുറിച്ച് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇളക്കുക, ഒന്ന് മുറിച്ച് കൊടുക്കുക തവി വെച്ചിട്ട്. ഉണ്ടോ എന്ത് ഈസി ആയിട്ടാണ് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞത്. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ കുക്കിങ്ങൊക്കെ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സംഭവമേ ഉള്ളൂ. അതിനൊരു മനസ്സ് മാത്രം മതി. നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. ഞാൻ ചട്ടവും മാറ്റി കേട്ടോ. ആ ചട്ടത്തിനെ കൊണ്ട് കുറച്ചൊരു ടഫാണ്. മുറിച്ച് കൊടുക്കാൻ കുറച്ചൊരു ടഫായിട്ടുള്ളതുകൊണ്ട് പറ്റിയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഉപ്പുമാവും ചായയും പഴമൊക്കെ ആയിട്ട് ഞാനിതാ കഴിക്കാൻ വേണ്ടി പോവുകയാണേ. ഒരു പഴം എടുത്ത് ഉപ്പുമാവിൻ്റെ മണ്ടയ്ക്ക് വെച്ച് ഞെക്കി അമുക്കി ഒന്ന് മിക്സ് ചെയ്ത് എന്തോ ഉപ്പുമാവിനോട് വൈരാഗ്യമുള്ള പോലെയാണ്. ഇനി കഴിക്കാൻ പോവാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്, മോശമൊന്നുമില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, അടിപൊളിയാണ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്. ബൈ.